എങ്ങനെയാ ജോമോന് ഓരോരുത്തരും ഇതൊക്കെ ഇട്ട് നടക്കുന്നത്? സമ്മതിക്കണല്ലേ? അമ്മക്കൊന്നും പറ്റൂല. എന്നാലും എങ്ങനെയുണ്ട്? ഇനി വിചാരിച്ചവരെ കായ്ക്കോ? ഹലോ, കാശ് ഒരുപാട് ചെലവാക്കിയിട്ടാണ് ഈ കോലത്തിലൊക്കെ ആക്കിയെടുത്തത്. ദയവ് ചെയ്ത് വാ തുറന്നൊന്നും സംസാരിക്കരുത്. ഒരു കൊയിലാണ്ടി ഭാഷ. എനിക്കിപ്പോ ശരിക്കും ബേജാറാണ് കേട്ടോ. ഇങ്ങനെ ഒന്നും ചിരിക്കരുത്. പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. കോളേജിൽ ചെന്നിറങ്ങിയ ഉടനെ ദാണ്ട ഇങ്ങനെ കൈ ഉയർത്തി ഉയർത്തും. ഈ പറയണ പോലെ ഇതൊക്കെ ഇട്ട് കൈയൊന്നും പൊന്തിക്കാനാവില്ല കേട്ടോ. ഇനി എന്റെ മുഖത്തോട്ട് നോക്ക്. ആളെ പറ്റിക്കുന്ന ഒരു ചിരി. ദാ ഇങ്ങനെ. കടന്ന് വിളിക്കണം. പിന്നെ മകന് തല കെട്ടയിത്തു. ഹലോ ഹലോ ജോമോൻ, നിങ്ങള് 10:30 തന്നെ എത്തില്ലേ? ഹലോ, ലേറ്റ് ആവില്ലല്ലോ? മിസ്റ്റർ ജോമോൻ, അരുൺ എവിടെ? അവൻ പോയി. ഓഫീസിൽ പോയി. ആ, അവന്റെ കൂട്ടുകാരൻ പോയോ? പോയി. എപ്പോ? ഇല്ല, ഇപ്പൊ കൊണ്ടു. ആര്? എല്ലാ സെറ്റാണ്. എന്ത്? അവിടെ. എവിടെ? അപ്പ പോയില്ല. മിസ്റ്റർ, ഈ ക്രിസ്റ്റഫർ വാസ്കോ ആരാണ് നിനക്കൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. ഇറങ്ങ 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 പെട്ടിയും പേടമൊക്കെ എടുത്ത് ഇറങ്ങ. ഇറങ്ങണം മിസ്റ്റർ, ഇറങ്ങ. എന്നാലും എൻ്റെ ജോമോനെ, എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഫഹദ് ഫാസിലിനെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് ഒരു വാക്ക് എന്നോട് പറയായിരുന്നു. ഫഹദ് ഫാസിൽ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിപ്പോ വിശ്വാസമായി. എന്നാലും എങ്ങനെ? അരുണും പുള്ളി ഒരുമിച്ച് പഠിച്ചതാ. ഇവിടെ ലീല പാലസിലാ താമസം. അരുൺ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കുറച്ചുനാൾ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി വന്നതാ. കുഞ്ഞുനാളിൽ കൂടെ പഠിച്ച കൂട്ടുകാരനോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ. ബാർബർ ബാലിന്റെ വീട്ടിലെത്തുന്ന മമ്മൂക്കെ പോലെ. എനിക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരണം. എങ്ങനെ? ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. സോറി വാസ്കോ, ഫസ്റ്റ് സാറിന് ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ ഇന്ന് കുറച്ച് തിരക്കിലാണ്. മറികൂ. ഫസ്റ്റ് സാർ വരൂ. പത്തി തോറ്റ പിന്നെ
എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു കോളേജിൽ പോണ്ട് വരുമെന്ന്. അപ്പൊ അതുമായി. ഇക്കൊല്ലാണ് SSLC പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ നീയും പാസ്സായനെ. ജോമോനെ, ഞാൻ ഇന്നുവരെ ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല കേട്ടോ. ആടെങ്ങാണ് ഞാൻ കൊയഞ്ഞു വീണ എൻ്റെ ശവം നാട്ടിലെ എൻ്റെ പറമ്പിൽ തന്നെ ഈ കുഴിച്ചിരുന്നേ. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. എടാ, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എല്ലാ പ്രശ്നവും കൂത്ര നന്നത്ര ഇതേ. ഓരോട് എന്തേലും മിണ്ടേണ്ടി വരുമോ? മിണ്ടിയോ കൊന്നുടയി. എടാ, എല്ലാം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ശബ്ദം പോയിരിക്കുകയാണ്. ഡോക്ടർ പ്രത്യേകം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സാറിനെ കൊണ്ട് സംസാരിക്കാൻ ഒക്കൂലെന്ന്. അതുപോലെ കോളേജെത്തി കണ്ണട വെച്ചോ. ആ, ഇറങ്ങ്. ജോമോനെ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല ജോമോനെ. കുഴപ്പിക്കല്ലേ. നീ ഇപ്പൊ ആരാ? ഞാൻ ആരാ ജോമോനെ? ഫഹദ്, ഹായ് ഫഹദ്, വെൽക്കം ടു അവർ കോളേജ്. Girls, finally, we have our dearest star with us, Mr. Fahad Fazil. ഈ ബുക്ക് വീശി കാണിക്കും. Dear friends, I welcome Mr. Fahad Fazil onto the stage, and it's with immense pleasure that I request Mr. Fahad Fazil to light the lamp and inaugurate the function. Please be seated. Fahad? Fahad? No, no, no. Please light it. Please light it. കൊളവാക്കി. Good day, my dears, and God bless you all. We are indeed very proud to have Mr. Fahad Fazil with us, and I'm very happy to have him as a very special guest today. First of all, let me congratulate you all children for making this event a grand success. Thank you, children. Students, you should know to balance your studies and your other activities. Let me remind you. Okay, I know, I can understand. Please keep quiet. I know that you all are eagerly waiting to listen to Mr. Fahad Fazil, so I invite him to say a few words. Mr. Fahad, please. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, ഫഹദ് സാറിന് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്, സംസാരിക്കാൻ പാടില്ല. It's okay, just few words. അതിന് ഒട്ടും പയ്യത്തോണ്ടല്ലേ Okay, പറഞ്ഞത്. okay, it's all right. All right.
ഏറ്റവും വലിയ ഇടി ഉറപ്പായി. കർത്താവേ, दोस्तों, मुझे बस ये कहना है कि महात्मा गांधी जी ने हमें गुलामी से मुक्ति दिलाई। आजकल के नौजवान ऐसी महान आत्माओं की निंदा करते हैं। ये भारत माता पर काफी कलंक है, उसे हम मिटा के रहेंगे। भाई और बहनों, देश बदलना है। आप देखिए, हमारा देश दुनिया के सामने सीना तान के खड़ा रहेगा। दोस्तों, महानों को अपमान नहीं करो और महानों को अपमान मत होने दो। मैं ये नहीं करूंगा और मैं ये नहीं करने दूंगा। പരിചയമില്ലാത്തൊരു വഴിയിൽ വെറുതെ ഇനിയും അലയുകയാണോ? എവിടെ നിന്നോ വന്നു ചേരുമേ നിമിഷവും നിശ്വാസവും എൻ്റെ മാത്രമോ? എൻ്റെ മാത്രമോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രീമാൻ ഫഹദ് ഫാസിൽ ഈ കാറിനുള്ളിൽ ആർക്കും കാണാം, ആർക്കും കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിൽ, ശ്രീമാൻ ഫഹദ് ഫാസിൽ ഈ കാറിനുള്ളിൽ, ഈ കാറിനുള്ളിൽ. ബണ്ണി ബണ്ണി നോട് ബാദു, നോട് ബാദു. മലയാള സിനിമ മേലದ ಯುವ ಸ್ಟಾರ್ ಫಹದ್ ಫಾಸಿಲ್ ಈ ಕಾರ್ನಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ಯುವ ಸ್ಟಾರ್ ಫಹದ್ ಫಾಸಿಲ್ ಈ ಕಾರ್ನಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ഇത് സംസ്ഥാന യുവജനോത്സവത്തിന് കലാതിലകായപ്പോ കിട്ടിയതാ. ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മാലിനാർക്ക് അന്ന് 2ാം സ്ഥാനേ കിട്ടിയുള്ളൂ. കലാതിലകായപ്പോ സിനിമാക്കാര് കൊറേ വന്ന് വിളിച്ചു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ശരിക്കും മദ്രാസില് കലാക്ഷേത്രത്തിൽ പോയി പഠിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അച്ഛൻ പറഞ്ഞു പുറത്തൊന്നും പോണ്ട, ഇവിടെ കലാമണ്ഡലത്തിൽ പഠിച്ചാൽ മതിയെന്ന്. ഞാൻ മുത്തശ്ശിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കട്ടെ, അറിഞ്ഞിട്ട് മുത്തശ്ശി ഒന്ന് പരിചയപ്പെട്ടോളൂ. Sweet Sachin. Good morning, Mutashi. Hi, good morning, young boy. I hope you had a sweet night yesterday. Yeah. Arun Dubaiilaanennalle പറഞ്ഞത്? I have been there for few hours. Is it? Yeah. When I was coming from London. രാജേഷിന്റെ മുത്തച്ഛൻ ലണ്ടനിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നല്ലോ. ആണോ? Last time, that was in 1979. We flew via Dubai. എന്റെ മകൾ സുമിത്ര, അതായത് യുവർ മദർ ഇൻ ലോ, അവളും ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, പ്രൈമറി ലെവലില്. അപ്പോഴാ അവളുടെ അച്ഛൻ നാടിനോട് കമ്പം തോന്നി അവിടുത്തെ ജോലിയും കളഞ്ഞ് ഈ കാട്ടുമുക്കി വന്ന് കൂടിയത്. അന്ന് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ സുമിത്ര പോസ്റ്റ് ഓഫീസിൽ ക്ലർക്കായിരുന്ന ഗോപാലൻ നായരുടെ വലയിപ്പെട്ടു. മുടിഞ്ഞ പ്രേമം അന്ന് തുടങ്ങിയതാ തറവാടിന്റെ ഡിസാസ്റ്റർ. You like this place? Old house. മുത്തശ്ശിക്ക് കോൺഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്. Look, എനിക്ക് ഇവരുടെ ദോശ ഇഡ്ഡലി ഒന്നും പിടിക്കില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കോൺഫ്ലെക്സ്, ഉച്ചയ്ക്ക് 2 ചപ്പാത്തീസ് 1 കഷ്ണം ചിക്കൻ, രാത്രി സൂപ്പ് ആൻഡ് വെജിറ്റബിൾസ്.
ഷീമേന്ന് തുടങ്ങി ശീലമാണേ. മരിക്കണത് വരെ അതിന് ഭംഗം വരാണ്ട് കഴിഞ്ഞു പോണെന്നാ ഇപ്പോഴത്തെ പ്രാർത്ഥന. ഓക്കേ, സീ യു. ഓക്കെ ബൈ. എവിടെ നിന്റെ അമ്മാവന്മാരുടെ പട? അവരൊക്കെ ഇന്നലെ രാത്രി തന്നെ പോയി. ഇത്രയും ട്രഡീഷണൽ ആയിട്ടുള്ള വലിയ വീട് അരുണേട്ടൻ കണ്ടിട്ടില്ലല്ലോ. യെസ് യെസ്, വാട്ട് എ ഹ്യൂജ് ഹൗസ്. ഇനിയിപ്പോ ഇത് പൊളിച്ചു വെക്കണോ അതോ റിനോവേറ്റ് ചെയ്ത് വെക്കണോന്നാ അമ്മാമര് ആലോചിക്കണത്. ഇത് വിൽക്കാൻ പോവാണോ? ഇത് തറവാട്ട് സ്വത്തല്ലേ. എന്റെ കല്യാണം കഴിഞ്ഞ് വിൽക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് വാശിയിലായിരുന്നു അമ്മ. എന്നെ ഒരു ഡോക്ടറെ കൊണ്ടേ കെട്ടിക്കുള്ളൂ എന്ന് അച്ഛനും. ഏതായാലും ഇന്നലെ എല്ലാവർക്കും സമാധാനായി. അമ്മ പ്രമാണത്തിൽ ഒപ്പിട്ട് കൊടുത്തല്ലോ. വിറ്റാലും ഒരു ഷെയർ ഞങ്ങൾക്കുള്ളതാണ്. 92 ഓഹരിയില് ഒരു ഓഹരി എന്ന് പറഞ്ഞാലും മോശമാവില്ല. ഒരു സംഖ്യ ഉണ്ടാവുമല്ലോ. മോശമില്ലാത്തൊരു സംഖ്യ എന്ന് പറഞ്ഞാൽ 3-3.5 ലക്ഷം രൂപ വരുന്ന അമ്മ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അച്ഛൻ അരുണേട്ടനെ കാണാനിരിക്കുക. അച്ഛൻ അരുണേട്ടന് തരാൻ എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ട്. അരുൺ ചായ കുടിച്ചോ? അയാൾക്ക് കൊടുക്കാനുള്ള എന്താ വെച്ചാ അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിക്കായിരുന്നു. സന്തോഷാവട്ടെ. എന്താ അതന്നെയാ വേണ്ടത്. അങ്ങോട്ട് വിളിച്ചോളാ. അപ്പുറത്തുണ്ട്, വന്നോളൂ. നടക്ക. ഇത് ചെറിയമ്മയുടെ മോളാ ഉഷ. ഇത് ഞാനാ. ആ ഇരിക്ക. രാജശ്രീ, മുത്തശ്ശി കണ്ട് വിളിക്ക. അവർക്കും സന്തോഷാവട്ടെ. എന്താ അതന്നെയാ വേണ്ടത്. ആ കേട്ടോ അരുൺ, നിങ്ങൾ തറവാടികളായതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ടായില്ലല്ലോ. പക്ഷെ അറിഞ്ഞങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ തറവാടിത്തം. എന്താ മുത്തശ്ശി പതുക്കെ. ആ എന്നാ കേട്ടോളാ. പുഴമ്പ്രം പാടത്ത് ഒരു 10 പറക്കി നിലണ്ട്. ഇപ്പോ വലിയ വിലയൊന്നും ഇല്ലാച്ചാലും ഭാവിയില് അരിക്ക് ക്ഷാമം ഉണ്ടാവുന്ന കാലത്ത് പൊന്നും വില കിട്ടും. അത് രാജശ്രീയുടെ പേരിലേക്ക് അങ്ങോട്ട് പ്രമാണാക്കിയിട്ടുണ്ട്. എന്താ കേട്ടുവോ? കേട്ടു കേട്ടു. തീർന്നില്ല. ധനലക്ഷ്മി ബാങ്കില് ഒരു FD ഉണ്ടായിരുന്നു. 25,000 രൂപ തികച്ചുണ്ട് ക്യാഷായിട്ട്. പിന്നെ മുറ്റത്ത് കിടക്കുന്ന ആ വണ്ടി അരുണിന്റെ പേരിലേക്കാണ്ട് മാറ്റിത്തരാം. 1984 അത് വാങ്ങുമ്പോ പുത്തനായിരുന്നു. രാജശ്രീയെ ദുബായിക്ക് കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ടാവൂലോ അല്ലേ? അവിടെ ചെന്നിട്ട് എന്റെ ഫോർമാലിറ്റീസ് ചെയ്യണം. കേട്ടോ അരുൺ, ഞാൻ ഈ പാലക്കാട് ജില്ല വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഇനിയിപ്പൊ നിർബന്ധം അച്ഛാ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങടാ വരാം ദുബായിക്കേ. അതിനെന്താ? ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സമയമാണെങ്കിലേ എനിക്കും കൂടെ ഒരു വിസ എടുക്കണം. ഗ്ലോബൽ വില്ലേജ് ഒന്ന് കാണല്ലോ. ഐ വിൽ ഡെഫിനറ്റ്ലി കം. സന്തോഷായില്ലേ? എന്നാ പിന്നെ രാജശ്രീ തന്നെ ഇതൊക്കെ കണ്ട് ഏറ്റു വാങ്ങിക്കോളുക. ഇയാൾക്ക് മടിയുണ്ടാവേ. അഭിമാനികളായ ചെറുപ്പക്കാര് സ്ത്രീധനം വാങ്ങൂലോ. വരിക. ഹലോ ഹലോ. ആ എത്തിയോ? അരുണേട്ടനെ അമ്മേ എത്തിന്ന്. അമ്മയോട് പറഞ്ഞേക്ക്. അല്ല, അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. നീ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിന്റെ അമ്മാവനുണ്ടല്ലോ മാനേജർ നാരായണൻ, അയക്കും കൊടുത്തോളൂ കുറച്ച്. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാ അഭിമാനിയാന്ന്. അതുകൊണ്ടല്ലേ സ്ത്രീധനം തന്നത് ഇഷ്ടാവാഞ്ഞേ. നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? അമ്മയില്ല അവിടെ? ദാ ഉണ്ട്, കൊടുക്കാം. സുഖായിട്ടെത്തില്ലോ അല്ലേ? അമ്മേ, രാജശ്രീ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് വേഗം നോക്കണം. എന്റെ കാര്യം ഓർത്ത് അമാന്തിക്കരുത്. നോക്കാം.
നിനക്ക് അവളെ ഇഷ്ടായില്ലേടാ? അമ്മയ്ക്ക് ഇഷ്ടായല്ലോ. സത്യം പറഞ്ഞ ഒരന്തം കൊന്തം ഇല്ലാത്ത പാവം കുട്ടി. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. എനിക്ക് നല്ലോണം ഇഷ്ടായി. അത് മതി. Hey, please stop here. ബഷീറെ, നീ ഫ്ലാറ്റിലുണ്ടല്ലോ അല്ലേ? എന്റെ കയ്യിൽ കീ ഇല്ല. എടാ അതെ, ഒരു പ്രശ്നമുണ്ട്. ഭാര്യ മോള് നാട്ടിൽ നേരത്തെ വന്നു. കല്യാണ തിരക്കിനിടയിൽ നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. നീ വേറൊരു സ്ഥലം നോക്കണം. ബഷീറെ, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ ഞാൻ... സോറിയടാ, അവളുടെ വാപ്പ തന്ന ഫ്ലാറ്റാണല്ലോ ഇത്. അവള് ഡെലിവറിക്ക് പോയപ്പോ ചെറിയൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി ഞാൻ വേറൊരാളെ ഷെയറിങ്ങിന് താമസിപ്പിച്ചു എന്ന് അവരറിഞ്ഞ അതെനിക്ക് കുറച്ചില്ല. നീ തരാനുള്ള വാടക ഒന്നും ഇനി തരണ്ട. നിന്റെ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ താഴേക്ക്, ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് വരാം. സ്റ്റുഡിയോ ഫ്ലാറ്റ് അല്ലെങ്കിൽ 1 ബെഡ്റൂം ഏതായാലും ഓക്കെ. ഒരു 2 ബെഡ്റൂം ഒഴിവുണ്ട്. 90,000 ദിർഹംസ് പെർ ഇയർ റെന്റ്. സിംഗിൾ 70,000 ദിർഹംസ്. കുറച്ചുകൂടി കുറഞ്ഞ റേഞ്ച് പിടി പോയി. ഒരു ഫ്ലാറ്റ് ഒഴിവുണ്ട്, പക്ഷെ ചെറിയൊരു കീമണി കൊടുക്കേണ്ടി വരും. കമോൺ, അത് സെറ്റപ്പ് ആക്ക് പോയി. എത്രയാ റെന്റ്? അതൊരു 45,000 ദിർഹംസിൽ ഒതുക്കാം. 2 ചെക്ക് ഓഫ് 15,000. Okay. 2,000 dirhams commission, 2,000 dirhams security. But the first 19,000 dirhams cash ആയി പേ ചെയ്യണം. ഓക്കെ, ഞാൻ ക്യാഷ് ആയിട്ട് വരാം. അപ്പോൾ ഡോക്യുമെന്റ്സ് തരാം. ശുക്കൂർ ഇവിടേക്ക്, ഞാനൊന്ന് ATM വരെ പോയിട്ട് വരാം. വെയിൽ തുമ്പി പോയതെന്തേ, ഇരുളോടി വന്നതെന്തേ, നിറമാകെ വാർന്നു പോകെ മരുഭൂമി മൂകമായി. അരുൺ, ഹായ്. വാ വാ. ഡോക്ടറൊക്കെ ഇല്ലേ? സാവിത്രി, ദേ അരുൺ. അരുൺ, ഒരു ചെറിയ ഗെറ്റ് ടുഗദർ. കം ഓൺ, ജോയിൻ us. No, carry on. I'll come some other time. സാവിത്രിയക്ക, I'm coming. പള്ളിയിൽ കൊച്ചുവെപ്പുകാർക്ക് പറഞ്ഞിട്ടുള്ള കുപ്പായം ഇതാണോ സോളമ? നാളെ എൻ്റെ അടുത്തും കയറിയെന്ന് വായിച്ചോളാൻ പാപ്പൻ പറഞ്ഞായിരുന്നു. പള്ളിയിൽ കൊച്ചുകപ്പേരുടെ പണി കുഴലൂത്തല്ല. ന്യൂ ഇയർ ആയിട്ട് പള്ളി കുർബാനയ്ക്ക് കൈസാഹ്യത്തിലെത്താത്തവൻ പള്ളി ബാൻഡിലും വായിക്കണ്ട. അങ്ങനെ പറയല്ലോ. നാളെ ഞാൻ ബാൻഡിൽ വായിക്കുമെന്ന് എല്ലാവരോടും പറഞ്ഞുപോയി. അങ്ങോട്ട് നോക്കണ്ട. ഗീവർഗീസ് ബാൻഡിന് ചെലവിന് കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളിയാ. ബാൻഡിന് ചെലവിന് കൊടുക്കുന്ന പള്ളിയായിരിക്കും, പക്ഷെ ബാൻഡിൽ ആര് വായിക്കണം വായിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ. ഞാൻ ഇടവകയിൽ വികാരിയായിട്ട്
15 കൊല്ലമായി. ഇക്കാര്യത്തിനിടയിൽ പള്ളി ബാൻഡ് തോറ്റു തൊപ്പിയിട്ട് ചരിത്രമേ ഉള്ളൂ. നേരിട്ട് കാണാതെ ഒന്നും വിശ്വസിക്കരുതെന്നാണല്ലോ തോമാസ് ലേഖയുടെ പക്ഷം. അച്ഛനിപ്പോൾ എന്നാത്തിനാ ഈ പൂലൊക്കെ ഉണ്ടാക്കുന്നത്? എവനോട് വായിച്ചോളാൻ പറഞ്ഞതിനാണോ? ഈ നിൽക്കുന്ന ബെഷക്കോലിനേക്കാളും പള്ളി ബാൻഡിൽ കയറി വായിക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഇവനുണ്ട്. എവനെ ഞങ്ങളുടെ എസ്തപ്പാനാശാന്റെ മോനാ. അപ്പൻ്റെ പേരും കുടുംബ പേരും നോക്കിയിട്ടല്ല ഒരാളെ ബാൻഡിലെടുക്കുന്നത്. ഇവനൊന്ന് ഉറച്ചു വായിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീയൊന്ന് വായിച്ചേ, ഞാനിത് കേൾക്കട്ടെ. എന്തേ ശബ്ദമൊന്നുമില്ലല്ലോ? ഇതിനകത്ത് ഇറങ്ങി തുണി കുത്തി തിരികിട്ടുണ്ടോ? ഞാൻ വായിക്കടാ. പെട്ടെന്നിങ്ങനെ പറഞ്ഞപ്പോ പിന്നെ കക്കൂസിലിരുന്നാണോ നീ വായിക്കാൻ പോകുന്നത്? വായിക്കടാ. ആദ്യം കയറി തൂങ്ങി മണിയടിക്കാനും ഓസ്റ്റി വെട്ടാനും കുന്തിരിക്കം പോയ്ക്കാനും ഒക്കെ പഠിക്കേ. ഒരു കപ്പ്യാരാവ്. ഇനി നീ ആ കുപ്പായ ഊരി പാപ്പിയുടെ കയ്യിലോട്ട് കൊടുത്തേരെ. പുലർച്ചെ 5:30 മണിക്ക് പള്ളിയിലുണ്ടാവണം 1-ാം കുർബാനയ്ക്ക് മണിയടിക്കാൻ. അടുക്കളയിലോട്ട് വച്ചേരെ. നമ്മുടെ കമലാസൻ എഞ്ചിനീയർ കൊണ്ടുവന്നതാ. മക്കരേന്ന് ഡേവിസിന്റെ ബാൻഡാ തകർക്കുവാ. താറാവ് പാല് പിഴിയാണോ പെരട്ടുവാണോ? ദീനാമേ ഒന്നും പറഞ്ഞില്ല. താറാവ് എഞ്ചിനീയർ സാറിന് എന്നതാ വേണ്ടേ? നീ അതും കൊണ്ട് വീട്ടിൽ പോ. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കാം. കമലാസൻ എഞ്ചിനീയറെ, ഇത് ഇപ്പോഴത്തേക്കുള്ളതല്ല. ഇന്ന് രാത്രിത്തേക്ക് പോ. വെള്ളത്തിലും കരയിലും കിട്ടുന്ന സകല ജീവജന്തുക്കളെ പൊരിച്ചും കറി വെച്ച് മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളത് തൊഴുത്തിക്കുന്ന കറവ് പശു. അതിന്റെ അവിടെ വെട്ടി ചക്കയിട്ട് ഒലത്തട്ടെ. പിന്നെ അല്ലാണ്ട് അച്ഛാ എന്നായി എന്റെ എഞ്ചിനീയർ സാറേ, അവനൊരു തമാശ പറഞ്ഞു തരുമോ? സാറിഞ്ഞ് വന്നാട്ടെ. മാതാ, അവനില്ലേ ആ സോളമൻ, ഇവളുടെ പുറകെ നടക്കുന്ന അലവലാതി. അവൻ ഉടുപ്പും കളസും ഒക്കെ തപ്പിച്ചേച്ചേ തട്ടുമ്പോളിലോട്ട് ചെന്നെന്ന് അച്ഛൻ വിടുവോ? അപ്പൊ തന്നെ പുറത്തിറക്കി. സോളമനെ പറ്റി അനാവശ്യം പറയരുത്. മുളക് ഇലക്കി ഞാൻ മുഖത്തൊഴിക്കും. സോളമന്റെ ആരാടി? ഇച്ചായ ഒരു കട്ട്ലറ്റ് ഇടട്ടെ? ചോദിച്ചത് കേട്ടില്ലേ? സോളമന്റെ ആരാന്ന്? ഞാൻ കെട്ടാൻ പോകുന്ന എന്റെ ചെറുക്കൻ. ഇങ്ങനെ ദിനാമോ ഇച്ചിരി പോത്തിറച്ചിങ്ങട്ടെ. അയ്യോ അമ്മച്ചി, ഞാനൊരു തമാശ കാണിച്ചതല്ലേടാ പൂസേ. നിനക്ക് എന്നോട് പഴയ സ്നേഹം ഉണ്ടെന്ന് അമ്മച്ചി പരീക്ഷിച്ചതല്ലേടാ. എന്താണ് നോക്കിയിരിക്കുന്നത്? 2 ലക്ഷം താറാവും ഒരു വട്ടാൻ കൊടുത്തോണ്ടോ ഓടി. എന്നാൽ ഇത് കുറച്ച് കടന്നു കയ്യായി പോയി. ചങ്ങനാശ്ശേരിക്കാരി
നിന്റെ പേരും പറഞ്ഞ് ഇളയപ്പൻ ഇന്നലെ എന്നെ തല്ലിക്കൊന്നില്ല എന്നേ ഉള്ളൂ. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സോളമ. നിനക്ക് നിന്റെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഒന്ന് ബാൻഡി വായിക്കണമെന്ന്. വല്യച്ഛനോട് വായിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കൈ വിറച്ചു. എന്നെ തട്ടിൻ്റെ പുറത്ത് ഇറക്കി വിട്ടു. ഞാൻ തയ്ച്ച കുപ്പായിട്ട് അവിടെ നിൽക്കുന്ന അവനാ ആ വിഷക്കോല്. വായിക്കാൻ പറ്റിയില്ലെങ്കിലേ കണക്കായിപ്പോയി. എന്റെ ജനലിന്റെ താഴെ നിന്ന് ഊതാനല്ലാതെ 4 ആള് കൂടുമ്പോ വായിക്കാൻ നിനക്കെന്താ പറ്റാത്തേ? എല്ലാം അറിഞ്ഞതുകൊണ്ട് നീ തന്നെ ഇത് പറയണം. ലാർനെറ്റ് എടുത്ത ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ അപ്പം മുങ്ങിത്താഴുന്ന കാഴ്ചയാണ്. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റും, കൈയും കാലും വിറയ്ക്കും. എസ്തപ്പാൻ ആശന്റെ മോനാന്ന് പറയാൻ നാണമില്ലല്ലോ. ഇതെല്ലാം കളഞ്ഞേച്ച് നീ വേറെ വല്ല പണിക്കും പോകുന്നതാ നല്ലത്. ഓ, മര്യാദയ്ക്ക് ഞാൻ അച്ഛൻപട്ടത്തിന് പോയതല്ലേ? തടഞ്ഞ നീയാണേ. അന്ന് തടഞ്ഞെങ്കിലേ അത് ഇഷ്ടമുള്ളോണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ പിള്ള കളിച്ചാലേ ഒരു ദിവസം ഞാൻ ഇട്ടേച്ചങ്ങ് പോവും.